മുടി വളരാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ മുടിയിലൂടെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ജനനം മുതൽ മരണം വരെയും നമ്മുടെ നഖവും മുടിയും വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒന്നാണ്. അത് 1000% സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, അതല്ലെങ്കിൽ എത്രമാത്രം അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഒരു നഖം വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇത്തിരി വളർന്നു വരുന്നില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മുടിയും. നമ്മുടെ മരണം വരെ നമ്മുടെ മുടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിന് കുറച്ച് കെയറും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ മുടി വളർത്തിയെടുക്കാം എന്നുള്ളത് അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഈ ഒരു മുടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, അമ്മയുടെ മുടിയും എൻ്റെ മുടിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പാരമ്പര്യമായിട്ട് മുടിയുള്ളൊരു വ്യക്തിയല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. കുറേ പേർക്കൊക്കെ ഇത് അറിയാം കേട്ടോ. അപ്പോൾ ഏത് പ്രായത്തിലും മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ കെയർ റൊട്ടീനുമായിട്ടാണ് ഇത് ഞാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ അമ്മയുടെ മുടിയിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അമ്മ ഓൾറെഡി ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി കഴുകിയിരിക്കണതാണ് കേട്ടോ. ഇന്നലെ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയതാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അമ്മ ചെയ്യുന്ന ഒരു റൊട്ടീൻ കാണിച്ചു തരാണ് കേട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താലും മതി. എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. അമ്മയും എപ്പോഴും ദിവസമൊന്നും ഹെയർ കെയർ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഒരാഴ്ച കൂടുമ്പോൾ, അതല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും 10 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും അമ്മ ഈ ഒരു ഹെയർ കെയർ ചെയ്യും. അതിൽ അമ്മയ്ക്ക് ദിവസമൊന്നുമില്ല കേട്ടോ. ഏത് ദിവസമാണോ ഓക്കെ ആയിട്ട് തോന്നണത് അങ്ങനെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യണത് ഹെയർ ഓയിലിംഗ് ആണ്. ഹെയർ ഓയിലിങ്ങിന് അമ്മ യൂസ് ചെയ്യണത് വേറെ കാച്ചെണ്ണയോ ഒന്നുമല്ല. ഞാൻ എണ്ണ കൊടുത്താലും അമ്മ വാങ്ങിക്കില്ല. അമ്മ സാധാ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് തന്നെയാണ് തേക്കണത് കേട്ടോ. സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് ആദ്യം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും. മുടിയിൽ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ. എന്നിട്ട് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ബാക്ക് സൈഡിലും കൂടെ നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കും കേട്ടോ. ഇതൊക്കെ അമ്മ എപ്പോഴും ചെയ്യണതാണേ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കണതൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അമ്മ ചെയ്യുന്ന ഒരു റൊട്ടീനാണ്. മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് സ്കാൽപ്പിലും കൂടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് സ്കാൽപ്പിലും മുടിയിലും ഫുള്ളായിട്ട് ഡീപ്പായിട്ട് ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ മുടി കെട്ടിവെക്കും. മുടി കെട്ടി വെച്ചിട്ട് വീട്ടിലുള്ള ജോലികളൊക്കെ തീർന്നതിന് ശേഷമാണ് പിന്നെ ഹെയർ പാക്കൊക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്യണത് കേട്ടോ. അല്ലാതെ 20 മിനിറ്റ് 1 മണിക്കൂർ എന്നൊന്നും അമ്മയ്ക്ക് കണക്കില്ല. അമ്മ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് അടിക്കലും തുടയ്ക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്മ ഹെയർ വാഷ് ചെയ്യണത്. ഇന്ന് ഞാൻ 1 മണിക്കൂർ ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ അമ്മ പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഞങ്ങൾ പണ്ടൊക്കെ ഇതേപോലെ ചെമ്പരത്തി താളിയും ഉലുവയൊക്കെ അരച്ച് തേക്കും, ഷാമ്പു ഇടാറേ ഇല്ല. ഉലുവപ്പൊടി അതേപോലെ തന്നെ ചെറുപയർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് അത്രയും മുടി കഴുകിയിരുന്നത്. അതൊക്കെ പണ്ടാണ്. ഇന്നിപ്പോൾ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ഇപ്പോഴല്ല കേട്ടോ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അമ്മ പറയാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തതും ബുക്ക് വായിച്ചതും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാനായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ മുടിയുടെ എന്താ പറയുക, സ്ട്രക്ചർ തന്നെ മാറി. അത്രയ്ക്കും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രായത്തിലും പറ്റുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് 60 വയസ്സായിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ പറയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുടിയൊക്കെ നരയ്ക്കാറുണ്ട്. ഞാൻ ഹെന്ന ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് നരച്ച മുടിയും പിന്നെ ബ്ലാക്ക് ആയിട്ടുള്ള മുടിയൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഹെയർ പാക്ക്. അതിനായിട്ട് ചെമ്പരത്തിയുടെ പൂ തലേ ദിവസത്തെയും ഇന്നത്തെയും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചെമ്പരത്തിയുടെ പൂ കിട്ടിയത് കൊണ്ട് തന്നെ ഇല ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇലയും എടുക്കണം, എന്നാലാണ് നമുക്ക് ആ ഒരു വഴുവഴുപ്പ് കിട്ടുള്ളൂ കേട്ടോ. ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയില നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് മുമ്പ് അറിയില്ല മുരിങ്ങയിലയൊക്കെ മുടിയിൽ തേക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുക കേട്ടോ.
അത്രമാത്രം എഫക്റ്റീവാണ് നമ്മുടെ മുരിങ്ങയില എടുക്കുമ്പോൾ നിങ്ങൾ തളിരില മാത്രം എടുക്കുക. ഇപ്പം ഞാനിതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഞാനിങ്ങനെ കിളിർത്ത് വരുന്ന തളിരില ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് മൂത്തല നിങ്ങൾ എടുക്കരുത് കേട്ടോ. തളിരില നോക്കിയിട്ട് ഒരു കൈപ്പിടി അളവിലേക്ക് എടുക്കുക. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 5 തണ്ട് നമുക്ക് ചേർക്കാം. കറിവേപ്പിലയും മുടി വളരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മുടി ചെമ്പൻ കളറിലാണ് അല്ലെങ്കിൽ നരച്ച് തുടങ്ങുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറിവേപ്പില നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ, കറിവേപ്പിലയും നമ്മുടെ ചെമ്പരത്തിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ ചേഞ്ച് വരും കേട്ടോ. അതായത് നിങ്ങളുടെ മുടി ചെമ്പൻ കളറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളൊരു 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കളർ ചേഞ്ച് നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും കേട്ടോ. അതിന് കറിവേപ്പിലയും ചെമ്പരത്തിയൊക്കെ ദി ബെസ്റ്റാണ്. നിങ്ങൾക്ക് മറ്റേ നമ്മുടെ എൻ്റെ പേരെന്താ എനിക്ക് കിട്ടണില്ലല്ലോ, ഭൃംഗരാജ്, കയ്യോന്നി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ചേർത്തോളൂ കേട്ടോ. കയ്യോന്നി ഇപ്പം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് ചേർക്കണത്. ഇനി ഇത് നല്ലപോലെ നിറയെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് കാറ്റുകാലമാണ്, പുഴികളൊക്കെ ഇതിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ലപോലെ ഞാൻ വെള്ളം ഒഴിച്ച് ഇത് കഴുകി ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളം അധികം ചേർത്തോളൂ കേട്ടോ. കാരണം നമ്മൾ കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കണ്ട, കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ല തിക്കും അല്ല വെള്ളവും അല്ലാത്ത ഒരു കുഴമ്പ് രീതിയിൽ മാറിയിട്ടുണ്ടാവും നമ്മുടെ ഹെയർ പാക്ക്. കണ്ടില്ലേ, ഇങ്ങനെ ഇത്തിരി കുഴമ്പ് മാതിരി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിലോട്ട് പെട്ടെന്ന് അത് പിടിക്കും. തിക്കായിട്ട് മാറുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ പിടിക്കില്ല, മുടിയിൽ തന്നെ പറ്റിയിരിക്കും. പക്ഷേ നമ്മുടെ സ്കാൽപ്പിൻ്റെ അകത്തോട്ട് പോവില്ല. കുറച്ച് വാട്ടർ ഫോമിലാവുമ്പോഴാണ് അത് നമ്മുടെ സ്കാൽപ്പിലും ഈ ഒരു ഹെയർ പാക്ക് തട്ടുള്ളൂ. സ്കാൽപ്പിൽ തട്ടിയാലാണ് അവിടെ മുടി വളരുള്ളൂ. അറിയാലോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അമ്മ ചെയ്യുന്ന അതേ രീതിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അമ്മ എപ്പോഴും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണത് മുടി ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം തലയുടെ ഓട്ടുനിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരും. ഇത് വാട്ടർ ഫോമിലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇതാവുകയും ചെയ്യും. അപ്പോൾ അമ്മ അങ്ങനെ വകച്ചലെടുക്കാറില്ല. മുടി ഫുള്ളും ഫ്രണ്ടിലോട്ടിട്ടിട്ട് മുടിയിൽ ഫുള്ളായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മുടി ബാക്ക് സൈഡിൽ വീണ്ടും ഇട്ടിട്ട് തട്ടാത്തടത്തൊക്കെ കണ്ണട നോക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യലാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല പോലെ തന്നെ ആവും. അപ്പോൾ ഇനി കണ്ണട നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ല പോലെ ഹെയർ പാക്കൊക്കെ അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഹെയർ പാക്ക് അരമണിക്കൂർ അതല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രം നമ്മുടെ മുടിയിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എന്തായാലും വെക്കണം. അതിനുശേഷം നമുക്കിത് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഹെയർ വാഷ് ചെയ്യുമ്പോഴുണ്ടല്ലോ നിങ്ങൾ ഷാമ്പു ഒരിത്തിരി എടുക്കണം കേട്ടോ, ഒരുപാട് എടുക്കരുത്. കാരണം നമ്മുടെ ചെമ്പരത്തി തന്നെ നാച്ചുറൽ ഒരു ഷാമ്പു ആണ്. എന്നിരുന്നാലും ഫുള്ളായിട്ട് ഇത് പോവില്ല. നമ്മൾ എണ്ണ തേച്ചത് കൊണ്ട് ഫുള്ളായിട്ട് ഇതിന്ന് മാത്രം പോവില്ല. അപ്പോൾ 1/3 ഭാഗം കുറച്ച് മാത്രം ഷാമ്പു എടുത്ത് മുടി നല്ല പോലെ കഴുകിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ കഴുകണതൊന്നും കാണിക്കണില്ല. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ മുടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇരിക്കണത്. നിങ്ങളില്ലേ നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്യണതിനും നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിലിട്ട് ഹെയർ വാഷ് ചെയ്യണതിനും ഉണ്ടല്ലോ നല്ല ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ഡിഫറെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ ഉണ്ടാവും കേട്ടോ. ആ ഒരു ഹെയർ പാക്കിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ കാണാനും കഴിയും. നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും നിങ്ങളുടെ മുടി നല്ല ഒരു ഉള്ളുള്ളത് പോലെയൊക്കെ തോന്നിക്കും. ഇങ്ങനെയുള്ള ഹെയർ പാക്സ് ഒക്കെ നിങ്ങളുടെ മുടിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അടിപൊളിയായിട്ട് അറിയാൻ പറ്റും. ആ ഒരു മാറ്റം നമ്മുടെ മുടിയിൽ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചീവി എടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കൂട്ടി പിടിക്കാൻ പറ്റണില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ട് എങ്ങനെ പറയാം, നമ്മുടെ മുടി ഇങ്ങനെ ബൂസ്റ്റ് ആവും. ഓരോ മുടിയും ഇങ്ങനെ ബൂസ്റ്റായിട്ട് ഇങ്ങനെ വീർത്ത് വരും. ഇപ്പം നമ്മൾ ഷാമ്പു ഇട്ട് കഴുകുമ്പോൾ മുടിക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു തിക്നെസ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോഴും നമ്മുടെ മുടിക്ക് കിട്ടുക കേട്ടോ. നമ്മുടെ മുടി എനിക്കിങ്ങനെ കൂട്ടി പിടിക്കാൻ പറ്റണില്ല. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രായവ്യത്യാസമില്ലാതെ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എല്ലാവർക്കും എല്ലാ ഹെയർ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള
വളരെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് ഇതിലൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് തവണയൊന്നും ട്രൈ ചെയ്യേണ്ട. ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ ഇതേ രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് വരൂ. 1 മന്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.